ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം നമ്മുടെ മുന്നോട്ട് പോകേണ്ടത്. നോക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ഇല്ലസ്ട്രേഷൻ 5.2.3 നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ജനറൽ മർച്ചന്റ് ലിമിറ്റഡ് കാൺപൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് അലഹാബാദ്. ജനറൽ മർച്ചന്റ് ലിമിറ്റഡ് കാൺപൂറിന് എവിടെ ബ്രാഞ്ച് ഉണ്ട്? അലഹാബാദിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ജനറൽ മർച്ചന്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ഓഫീസ് ആണ്. അലഹാബാദ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ആണ്. ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് ടു ദി ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. സാധനങ്ങള് ബ്രാഞ്ചിന് അയക്കുന്നത് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ 25% പ്രോഫിറ്റ് കൂട്ടി ചേർത്താണ് ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത്. സാധനങ്ങള് ബ്രാഞ്ചിന് അയക്കുന്നത്, അതായത് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് നമ്മൾ സാധനങ്ങൾ അയക്കുമല്ലോ. അപ്പൊ സാധനങ്ങൾ അയക്കുന്നത് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ 25% പ്രോഫിറ്റ് കൂട്ടി ചേർത്താണ് ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏത് മെത്തേഡാണ്? ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. ഇവിടെ ഞാൻ പെൻസിൽ എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഏത് മെത്തേഡാണ്? ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടായോ? പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര ഉണ്ട്? 25% തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കി, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എത്ര നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസ് 100% അസീം ചെയ്യാം. പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര ഉണ്ട്? 25% തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു 100% പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? 25%. 100% പ്ലസ് 25% ഈക്വൽ ടു എത്രയും? 125%. ഇതാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലേ? അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്ര നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 100 കൺസിഡർ ചെയ്യാം, അസൈൻ ചെയ്യാം. അപ്പൊ 100% പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? 25%. 25% കണ്ടോ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയും? 125% വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അത് ഓക്കെ. ഇനി അടുത്ത് നോക്കുക. Branch is instructed to deposit cash every day in the head office account with the bank. Branch is instructed to deposit cash every day in the head office account with the bank. ദിവസേനയുള്ള പണം ബാങ്കിലെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്രാഞ്ചിൽ കിട്ടുന്ന എന്തെല്ലാം പൈസകളാണെങ്കിലും ആ പൈസ നമ്മൾ എവിടെ അയക്കേണ്ടി വരും? ഹെഡ് ഓഫീസിൽ അയക്കേണ്ടി വരും. ഈ ഹെഡ് ഓഫീസിൽ അയക്കുന്ന പകരം അയാളുടെ പേരിൽ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അയാളുടെ കൈകളിൽ എത്താതെ നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്താൽ മതി? അയാളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. All expenses are paid through checks by the head office except petty cash expenses which are paid by the branch manager. All expenses are paid through checks by the head office except petty cash expenses which are paid by the branch manager. ബ്രാഞ്ച് മാനേജർ നൽകുന്ന ചെറിയ എക്സ്പെൻസുകൾ, അതായത് പെറ്റി എക്സ്പെൻസുകൾ ഒഴികെ ബാക്കി വരുന്ന എല്ലാ ചെലവുകളും, അതായത് എല്ലാ എക്സ്പെൻസുകളും ഹെഡ് ഓഫീസ് ചെക്കുകൾ വഴിയാണ് നൽകുന്നത്. അതെന്താ പറഞ്ഞ? ബ്രാഞ്ച് മാനേജർ നൽകുന്ന പെറ്റി എക്സ്പെൻസുകൾ ഒഴികെ ബാക്കി എല്ലാ എക്സ്പെൻസുകളും ഹെഡ് ഓഫീസ് ചെക്കുകൾ വഴിയായിരിക്കും നൽകുന്നത്. Prepare branch account in the books of head office after taking into account the following information also. താഴെ പറയുന്ന ഇൻഫർമേഷനുകൾ കൂടി കണക്കിലെടുത്ത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. താഴെ പറയുന്ന ഇൻഫർമേഷൻ കൂടി കണക്കിലെടുത്ത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ നോക്കണ്ടേ? നോക്കാം. ഒന്ന് നോക്കി. സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓൺ 1 ഏപ്രിൽ 2020. ഇവന്മാര് ഇൻവോയ്സ് പ്രൈസിന് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഐറ്റംസിനകത്ത് ഉൾപ്പെടുത്തുന്നത്?
ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, രണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെന്താണ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോഴും പിന്നെ അവിടെ നിന്ന് സാധനങ്ങൾ റിട്ടേൺ ചെയ്യണം. അതിൽ ഈ 4 മാത്രമേ ഇൻവോയ്സ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. ഇത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി അവന്മാർ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഉണ്ടോ ഓൺ 1 ഏപ്രിൽ 2020. 2020 ഏപ്രിൽ 1 ആയപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്ര എളുപ്പമുണ്ട്? 82,000. അപ്പൊ ഇതെന്താണത്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലെ. അതായത് ബാലൻസ് പീഡി എന്ന് പറയും. അപ്പൊ ബാലൻസ് പീഡിയില ഈ സ്റ്റോക്കിന് നമുക്ക് എന്താ പറയാം? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്പണിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് കിട്ടി. ഇനി അടുത്തത് പറയുക സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓൺ 31 മാർച്ച് 2021 കണ്ടോ. 2021 മാർച്ച് 31 ആയപ്പോൾ സ്റ്റോക്കിൽ ഒരു ഇൻവോയ്സ് പ്രൈസ് കണ്ടിട്ടുണ്ട്. എത്ര രൂപ? 96,000 രൂപ. അപ്പൊ ഇത് ഏത് സ്റ്റോക്കാണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. എങ്ങനെ മനസ്സിലായി? 2020 ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണല്ലോ. അപ്പൊ ഏപ്രിൽ തുടങ്ങി അവസാനിക്കുമ്പോഴാണ് അടുത്ത വർഷം മാർച്ചിലായിരിക്കും. അപ്പൊ മാർച്ച് മീൻസ് എന്താണ്? ക്ലോസിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു ഇൻവോയ്സ് പ്രൈസ് ഉണ്ട്. അപ്പൊ അത് ബാലൻസ് ഏരിയയില്. അപ്പൊ ബാലൻസ് ഏരിയ നമുക്ക് ഒരു ഐറ്റം കിട്ടി. ഏതാണ്? ബ്രാഞ്ച് സ്റ്റോക്ക്. ആദ്യം പറഞ്ഞത് ബാലൻസ് പീരീഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അത് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയാം. ഇതെന്താണ്? ബാലൻസ് ഏരിയ ക്ലോസിംഗ് സ്റ്റോക്ക്, അതെന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഡെപ്റ്റേഴ്സ് 1 ഏപ്രിൽ 2020 കണ്ടോ. 2020 ഏപ്രിൽ 1 ആയപ്പോൾ ഒരു ഡെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്താണ്? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് അല്ലേ. അപ്പൊ നമ്മുടെ ബാലൻസ് പീരീഡിലെ രണ്ടാമത്തെ ഐറ്റം എന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഓപ്പണിംഗിന്റെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. അതായത് ബാലൻസ് പീരീഡിലെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എത്ര രൂപ? 31,700 രൂപ. നെക്സ്റ്റ് വൺ ഡെപ്റ്റേഴ്സ് 31 മാർച്ച് 2021 കണ്ടോ. 2021 മാർച്ച് 31 ആയപ്പോൾ ഒരു ഡെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്താണ്? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്. അപ്പൊ അത് ബാലൻസ് ഏരിയയിലെ. അപ്പൊ ബാലൻസ് ഏരിയയിലെ രണ്ടാമത്തെ ഐറ്റമായ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഐറ്റം ഏതാണ്? താണ്ട് രണ്ടാമത്തെ കണ്ടോ. 2021 മാർച്ച് 31 സ്റ്റോക്ക് കണ്ടോ. അത് ബ്രാഞ്ച് സ്റ്റോക്ക്. ഇപ്പൊ വന്നെന്തുവാണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആണ് അല്ലെ. അടുത്തെന്തോ 2020 ഏപ്രിൽ 1 ആയപ്പോൾ ഒരു ഫർണിച്ചർ വന്നു കണ്ടോ. 2020 ഏപ്രിൽ 1 കണ്ടോ. അപ്പൊ അത് ഓപ്പണിംഗില്. അപ്പൊ ഓപ്പണിംഗില് ബാലൻസ് വീട്ടിൽ പറഞ്ഞു. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ഫർണിച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായി? ബ്രാഞ്ച് ഫർണിച്ചർ. അപ്പൊ 3 ഓപ്പണിംഗ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാന്ന് പറഞ്ഞു? ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് ഫർണിച്ചർ. ഓക്കെ, ക്ലോസിംഗിൽ എന്തൊക്കെ തരുന്നത്? ബ്രാഞ്ച് സ്റ്റോക്കും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് വന്നു. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ക്യാഷ് സെയിൽസ് 4,01,300 ഉണ്ട്. ക്രെഡിറ്റ് സെയിൽ 3,72,100 ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എടുത്ത് പറയാൻ നോക്കണേ, ഗുഡ്സ് ഇൻവോയ്സ്ഡ് ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് കണ്ടോ. ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് നമ്മൾ സാധനങ്ങൾ സെൻഡ് ചെയ്തില്ലേ. അപ്പൊ അത് സെൻഡ് ചെയ്തിങ്ങനെ എങ്ങനെയാണ്? ഇൻവോയ്സ് പറഞ്ഞിരിക്കണം. അമ്മ അവിടെ ഇൻവോയ്സ് പറയേണ്ട കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ അത് എത്രയാണ്? 6,22,000. ഇവന്മാര് നേരെ കാണിക്കുന്നവരും അത് താഴോട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, അത് ഓർത്തിട്ടോണം കേട്ടോ. ഗുഡ്സ് ഇൻവോയ്സ്ഡ് ടു ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6,22,000 ആണ്. ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് നമ്മൾ സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. അത് ഇൻവോയ്സിലാണെന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 6,22,000. അടുത്തത് ഫർണിച്ചർ പർച്ചേസ് ഓൺ 1 ഒക്ടോബർ 2020 ബൈ ബ്രാഞ്ച് മാനേജർ, പേയ്മെന്റ് ഹാവിംഗ് ബീൻ മെയ്ഡ് ഔട്ട് ഓഫ് ക്യാഷ് സെയിൽസ് ആൻഡ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 1 ഒക്ടോബർ 2020 ബൈ ബ്രാഞ്ച് മാനേജർ, പേയ്മെന്റ് ഹാവിംഗ് ബീൻ മെയ്ഡ് ഔട്ട് ഓഫ് ക്യാഷ് സെയിൽസ് ആൻഡ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് 2020 ഒക്ടോബർ 1 ആയപ്പോൾ ബ്രാഞ്ച് മാനേജർ ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നുണ്ട്. എത്ര രൂപയാണ്? 2,500 രൂപ. ഈ 2,500 എവിടെ നിന്ന് എടുത്തത്? ക്യാഷ് സെയിൽസിൽ നിന്നോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ പണത്തിൽ നിന്നോ ആവാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ക്യാഷ് സെയിൽസ് എത്ര ഉണ്ട്? 4,01,300 തന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ എന്തുണ്ട്? കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, അതായത് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പൈസ കിട്ടിയിട്ടുണ്ടാവും. അത് രണ്ടും കൂടെ ചേർത്താണ് എന്ത് ചെയ്യുന്നത്? ഈ 2,500 ഫർണിച്ചർ വാങ്ങിച്ചത്. നമുക്ക് ക്യാഷ് സെയിൽ തന്നിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ
കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മൾ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആ എമൗണ്ട് എവിടെ കണ്ടുപിടിക്കണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഏത് അക്കൗണ്ടുകൾ വരയ്ക്കേണ്ടി വരും? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കൂടെ വരയ്ക്കേണ്ടി വരും. ആ അക്കൗണ്ട് ക്ലോസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂ? ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? 2020 ഒക്ടോബർ 1-ാം തീയതി ആയപ്പോൾ ബ്രാഞ്ച് മാനേജർ ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നുണ്ട്. ഈ ഫർണിച്ചർ വാങ്ങിക്കുന്നത് ക്യാഷ് സെയിൽസും കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സും കൂടെ ചേർത്തായിരിക്കും. ക്യാഷ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, അതായത് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ കിട്ടുന്ന ക്യാഷില് ആ എമൗണ്ട് തന്നിട്ടില്ല. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യണം? കണ്ടുവയ്ക്കണം. മനസ്സിലായോ? അത് രണ്ടും കൂടെ ചേർത്തല്ലേ 2500 എടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ എമൗണ്ട് എവിടെ കണ്ടുപിടിക്കണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് അവിടെ കണ്ടുപിടിക്കും. ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. നെക്സ്റ്റ് വൺ, എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസിൽ. ഹെഡ് ഓഫീസിൽ എന്തുണ്ട്? എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. എത്ര രൂപ? 1,32,000. പിന്നെ പറയുന്നത് പെറ്റി എക്സ്പെൻസസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ചിൽ എന്തുണ്ട്? ഒരു പെറ്റി എക്സ്പെൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. എത്ര രൂപ? 10,450. ലാസ്റ്റ് ഒരു സെന്റൻസ് ശ്രദ്ധിക്കുക. Depreciation is provided on branch furniture at 10% per annum on diminishing balance method. Diminishing balance method പ്രകാരം ഫർണിച്ചറിന് എന്തുണ്ട്? ഒരു ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര രൂപ? 10%. ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റണം? നിങ്ങളുടെ ബാലൻസ് ഷീറ്റില് എഴുതത്തില്ലേ? അവിടേക്ക് മാറ്റണം. അപ്പൊ അവിടെ ഒരു പുതിയ ഐറ്റം വരും. എന്താണ്? ബ്രാഞ്ച് ഫർണിച്ചർ വരും. മനസ്സിലായോ? നിങ്ങൾ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ ക്ലോസിംഗ് എന്തൊക്കെ വന്നായിരുന്നു? ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മൂന്നാമത് ആരും കൂടെ കയറി വരും. താണ്ട് ഈ സെന്റൻസും കൂടെ കയറി വരും. ആര്? ബ്രാഞ്ച് ഫർണിച്ചർ. പിടിയിട്ടോ? അതുകൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും. ഓക്കെ, ഇത്തരമുള്ള സംഭവങ്ങൾ വളരെ സിമ്പിൾ ആണ്. നല്ലപോലെ ലോജിക്ക് മനസ്സിലാക്കണം. ഇവിടെ വർക്കിംഗ് നോട്ട് കൂടെ വരുന്നുണ്ട്. വർക്കിംഗ് നോട്ട് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കും. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ആദ്യം ഏത് അക്കൗണ്ട് വരച്ചിരിക്കുന്നത്? അലഹാബാദ് ബ്രാഞ്ച് അക്കൗണ്ട് ആണ് വരച്ചിരിക്കുന്നത്. നമുക്ക് എത്ര കോളംസ് വരയ്ക്കാം? 4 കോളംസ് വരയ്ക്കാം അല്ലെ? ഡെബിറ്റ്സിൽ 2 കോളം, ക്രെഡിറ്റ്സിൽ 2 കോളംസ് വരയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ ഡെബിറ്റ്സിൽ നോക്കി ആദ്യം എന്തായിരിക്കുന്നത്? ടു ബാലൻസ് ബി ഡി. ഞാൻ നേരത്തെ ക്വസ്റ്റൻ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ 3 ഐറ്റംസ്? ഒന്ന് ബ്രാഞ്ച് സ്റ്റോക്ക് 82,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 31,700, ബ്രാഞ്ച് ഫർണിച്ചർ എത്രയാണ്? 23,400. മനസ്സിലാക്കാം? അത് നമ്മൾ 3 ഇന്നർ കോളത്തിലാണ് ഇരിക്കുന്നത് അല്ലെ? അത് കൂടി നമ്മൾ ചെയ്യണം ഔട്ടർ കോളത്തിലേക്ക് 1,37,100 കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഹെഡ് ഓഫീസിൽ നമുക്ക് എന്തുണ്ട്? ഹെഡ് ഓഫീസിൽ എന്തോടെന്ന് പറയാണ്ട് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ഉണ്ടോ? 1,32,000 രൂപ ഉണ്ടോ? ഹെഡ് ഓഫീസിൽ എന്തുണ്ട്? ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താണ്ട് ബാങ്ക് എന്ന് പറഞ്ഞു. അത് ചെക്കായിട്ട് കൊടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്യാഷ്യർ ബാങ്ക് നമുക്ക് എല്ലാം പഠിക്കാം. അത് ഫുള്ളും ചെക്കായിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യണം ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എക്സ്പെൻസസ് എത്ര രൂപ? 1,32,000 രൂപ എന്ന് കാണിക്കണം. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര രൂപ? 6,28,000 രൂപ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോസ്റ്റ് പ്രൈസ് ചെയ്യുന്ന പോലെ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാവും? ഇൻവോയ്സ് പ്രൈസ് എടുക്കാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് വന്നിരിക്കുന്നത് നോക്കി. ഗുഡ്സ് ഇൻവോയ്സ്ഡ് ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് എത്രയാണ്? 6,28,000 രൂപ അല്ലെ? അതാണ് എവിടെ കാണിച്ചിരിക്കുന്നത്? ഇതായിരിക്കുന്നത് കേട്ടോ. ടു ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് എത്ര രൂപ? 6,28,000 രൂപ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് കോസ്റ്റ് പ്ലസ് 25% ഉണ്ടോ? അപ്പൊ ഇൻവോയ്സ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി. അപ്പൊ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്, ഗുഡ്സ് സെൻഡ് ബ്രാഞ്ചും ഉണ്ട്. ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് റിട്ടേൺ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അവരെ മാറ്റാം. 3 കാര്യം മാത്രം നോക്കിയാൽ പോയി. അപ്പൊ അവരുടെ 3 നമുക്ക് എന്ത് ചെയ്യാം? ലോഡിങ് കണ്ടുപിടിക്കാം, അതായത് ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കാം. ഓക്കെ, അത് കണ്ടുപിടിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ അതിലൊരു വർക്കിംഗ് നോട്ട് വേണം. നോക്കി ഇവിടെ ഹെഡിങ് ആയിട്ടുണ്ട് വർക്കിംഗ് നോട്ട് ഉണ്ടോ? ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് എഴുതുക. അത് നമ്മളതിനെ ഒന്നാമത്തെ വർക്കിംഗ് എഴുതുന്നത് ലോഡിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
നമുക്ക് എഴുതാം ഇപ്പൊ കോസ്റ്റ് ഈസ് എത്രയാണ് 100 കണ്ടോ. കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസ് 100 കൊടുക്കാം. പ്രോഫിറ്റ് എത്ര ഇട്ടിട്ടുണ്ട്, 25% പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി ഇപ്പൊ കോസ്റ്റ് ഈസ് 100, പ്രോഫിറ്റ് ഈസ് 25. ഓക്കെ, ഇവിടെ താഴെ ഹെൻസ് ഇൻവോയ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 + 25. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജ് കൂടെ ചേർത്താണ് ഇൻവോയ്സ് പ്രൈസ് എത്തിക്കുന്നത്. എത്രയാണ്, 125. ഓക്കെ, ലോഡിംഗ് വിൽ ബി 25 ഡിവൈഡഡ് ബൈ 125 കണ്ടോ. അപ്പൊ നിങ്ങൾ ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിനും ക്ലോസിങ്ങിനും ഗുഡ്സ് സെന്റർ ബ്രാഞ്ചിനും ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണം 25/125 ഇട്ട് വേണം കൊടുക്കാൻ എല്ലാത്തിനും. മനസ്സിലായോ? അപ്പൊ 25 മീൻസ് എന്താണ്, പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. 125 മീൻസ് എന്താണ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട് ഇവിടെ, 82,000 അല്ലെ. അപ്പൊ 82,000 എന്ത് എടുക്കണം, എന്ത് ചെയ്യണം, 82,000 × 25/125. അപ്പൊ എത്രയും 16,400. ഈ 16,400 എവിടെ കാണിച്ചിരിക്കുന്നത്, താണ്ട് ക്രെഡിറ്റ് കാണിച്ചിരിക്കുന്നത് അല്ലെ. ബൈ സ്റ്റോക്ക് റിസർവ് നിൽക്കും എത്ര രൂപ, 16,400. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ലോഡിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇനി ക്ലോസ് സ്റ്റോക്ക് കിട്ടി. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 96,000 × 25/125 അല്ലെ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റൻ നോക്കി താണ്ടെ സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 31 മാർച്ച് 2023 96,000. അപ്പൊ ആ 96,000 വേണം എന്ത് ചെയ്യാൻ, 25/125 എടുക്കാൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 19,200 കിട്ടും. ഈ വാല്യൂ ആണ് എവിടെ കാണിച്ചിരിക്കുന്നത്, ഡെബിറ്റ് കാണിച്ചിരിക്കുന്നത് ടു സ്റ്റോക്ക് റിസർവ് കണ്ടോ. ലോഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്കിംഗ് എത്ര രൂപ, 19,200 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ സെന്റ് ബ്രാഞ്ച് അല്ലെ. എത്ര രൂപ, 6,29,000. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കി താണ്ടെ കുറച്ച് ഇൻവോയ്സ് ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് 6,29,000. ഇതിനകത്താണ് നമ്മൾ ചെയ്യാൻ 25/125 എടുക്കാൻ. അപ്പൊ എത്രയും 1,25,600. ഈ എമൗണ്ട് നിങ്ങൾ ചെയ്യണം ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം കണ്ടോ. അപ്പൊ ബൈ കുറച്ച് സെന്റ് ബ്രാഞ്ച് എത്ര 1,25,600. അതിന്റെ ബ്രാക്കറ്റിൽ ലോഡിംഗ് കുറച്ച് സെന്റ് കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തെന്താണ്, ബാലൻസ് ഷീറ്റ് വേണ്ടി. അപ്പൊ ഇവിടെ നോക്കി ബ്രാഞ്ച് അക്കൗണ്ട് വെച്ച് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തും, ക്രെഡിറ്റ് സൈഡ് ബൈ ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് എത്രയാണ്, 96,000. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എത്രയാണ്, 42, 180 പിന്നെ ബ്രാഞ്ച് ഫർണിച്ചർ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ടുണ്ട്. എന്തിനാ ക്വസ്റ്റ്യൻ മാർക്കിനെ നമ്മൾ കണ്ടുപിടിച്ചെന്നറിയാൻ വേണ്ടി അല്ലെ. അത് നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്, വായിച്ചേ. Depreciation provided on branch furniture at 10% per annum on diminishing balance method. കണ്ടോ, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം വർഷം തോറും ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, വർഷം തോറും. അപ്പൊ വർഷം തോറും പറയുമ്പോൾ അവസാന ഡേറ്റ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അപ്പൊ അവിടെയാണ് നമ്മളിതിൽ ബാലൻസ് ഷീറ്റിനായിട്ട് അതിന്റെ താഴെ ബ്രാഞ്ച് ഫർണിച്ചറിന് എഴുതുന്നത്. അപ്പൊ നമുക്ക് ആ എവിടെ എത്ര കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങളുടെ വർക്കിനോട് നമ്പർ 2 കേട്ടോ. ഞാനിവിടെ 3 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, 3 വർക്കിനോട് ഉണ്ടോ, റിട്ടേൺ ഡൗൺ. റിട്ടേൺ ഡൗൺ മീൻസ് എന്താണ്, റെഡ്യൂസിംഗ് ബാലൻസ്. അതിന്റെ വേറെ പേരാണ് കേട്ടോ. റിട്ടേൺ ഡൗൺ വാല്യൂ ഫർണിച്ചർ ഓൺ 31/3/2021. വർഷം തോറും എന്ന് പറഞ്ഞിരിക്കുന്നത് ഫർണിച്ചർ കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി നമുക്കിവിടെ 2 ഫർണിച്ചർ വരുന്നുണ്ട് അല്ലെ. ആരംഭത്തില് ഒരു ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒക്ടോബറിലും ഒരു ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് വേണം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി ഫർണിച്ചർ ഓൺ 1/4/2020 കണ്ടോ. 2020 ഏപ്രിൽ മാസം 1-ാം തീയതി നമ്മളൊരു ഫർണിച്ചർ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്, 23,400 രൂപയാണ്. ഇനി നമ്മൾ ഒക്ടോബർ 2,500 കൊടുത്ത് നമ്മളൊരു ഫർണിച്ചർ വാങ്ങിച്ചു പറഞ്ഞില്ലേ, അതെന്ത് ചെയ്യണം, ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. ആഡ് അഡീഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി 31/3/2021. ഇവിടെ 31/3 എന്നല്ല 1/10 കേട്ടോ. ഒക്ടോബർ 10 അവസരം. അപ്പൊ ഇവിടെ ഒന്ന് തിരുത്താണ് കേട്ടോ. 1/10/2021 കൊടുക്കാവും. എത്രയാണ്, 2,500. അത് രണ്ടും കൂടെ കൂട്ടി താഴെ വരുമ്പോൾ 25,900 കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തെന്താണ്, ഡിപ്രീസിംഗ് കാൽക്കുലേറ്റ്. അപ്പൊ ഡിപ്രീസിംഗ് കാൽക്കുലേറ്റ് ആകുമ്പോൾ രണ്ടിന്റെയും കണ്ടുപിടിക്കണം. മനസ്സിലായോ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 23,400 കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കി 23,400 ഇൻറ്റു എത്ര ശതമാനം പറഞ്ഞിരിക്കുന്നത്, 10%. അപ്പൊ 10/100 തരണം. ഇത് ഫുൾ ഇയർ ആണ്. ഇത് ഫുൾ ഇയർ ആണ്. അതെന്താ ഫുൾ ഇയർ എടുക്കാനുള്ള കാരണം ഫസ്റ്റ് ഡേറ്റിലാണ് ഫർണിച്ചർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഫുൾ ആയിപ്പോ.
അപ്പൊ ഏപ്രിൽ തൊട്ട് ഡിസംബർ ഉള്ളതാണ് കേട്ടോ. അപ്പൊ 23,400 ഇൻറ്റു 10/100 പ്ലസ് അടുത്തതാണ് 2,500. അപ്പൊ 2,500 ഇൻറ്റു അപ്പോൾ എത്ര ശതമാനമാണ്? 10%. അപ്പൊ 10/100 ഇൻറ്റു ഇവിടെ 6/12 എങ്ങനെ വന്നേ? നമ്മൾ വാങ്ങിയപ്പോഴാണ് ഒക്ടോബറിൽ വാങ്ങിച്ചത്, ഒക്ടോബർ 1-ാം തീയതി വാങ്ങിച്ചത്. അപ്പൊ ഒക്ടോബർ 1-ാം തീയതി തൊട്ട് 2021 മാർച്ച് വരെ എടുക്കണം. അപ്പൊ എത്ര മാസമായി? 6 മാസമായി. അപ്പൊ നിങ്ങൾ കൗണ്ട് നോക്കി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ എത്ര മാസമായി? 6 മാസം. അപ്പോഴാണ് 6/12 എടുക്കുന്നത്. ഇവിടെ എന്താ ഡേറ്റ് വരാത്തത്? അത് ഏപ്രിൽ 1-ാം തീയതി ആയതുകൊണ്ടാണ് കണ്ടോ. നടുക്കുള്ള ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഡേറ്റ് വേണം. ഇതിപ്പോ നടുക്കുള്ള ഡേറ്റ് ആയിപ്പോയി കണ്ടോ. ഒക്ടോബറിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഒക്ടോബർ കടം വരെ മാർച്ച് വരെ. അപ്പൊ നമുക്ക് എത്ര മാസമായി? 6 മാസമായി. അപ്പൊ നമ്മൾ 6/12 കൊടുത്തു കണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ എടുത്തിട്ട് 23,400 10% എടുക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും അവിടെയും ഒരു വാല്യൂ ഉണ്ട്. ആ 2 വാല്യൂടെ കൂട്ടപ്പെടാണ് എത്ര കിട്ടുന്നത്? 2,465 കിട്ടുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 23,435 കിട്ടും കണ്ടല്ലോ. ഇവിടെ ലെസ് ഡിപ്രഷൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയ വാല്യൂ ഡിപ്രഷൻ കണ്ടീഷൻ വാല്യൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 23,435 കിട്ടും. ഈ കിട്ടിയ എമൗണ്ട് ആണ് എവിടെ കാണിച്ചിരിക്കുന്നത്? എവിടെ കാണിച്ചിരിക്കുന്നത്? അതെ, ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ബാലൻസിന് ഇത് ലാസ്റ്റ് എത്തിക്കുന്നത് കണ്ടോ. അപ്പൊ 3 കൂട്ടിയിട്ട് എത്ര കാണിക്കണം? 1,61,000 എത്രയായിരിക്കും? 585 വരും കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇത് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്യാഷ് സെയിൽസ് 4,00,000 എത്രയാണ്? 1,300 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ എമൗണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് കാണിക്കണ്ടേ? പക്ഷെ അത് അവിടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കണം എന്താണ് പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും പറ്റാത്തത്? കാരണം നമുക്ക് സാലറി വാങ്ങിയത് ക്യാഷ് സെയിൽസിനും കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സിൽ നിന്നാണ് എന്ത് വാങ്ങിച്ചത്. അപ്പോൾ ഈ എമൗണ്ട് എന്തെയും ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതിലൊരു വർക്കിംഗ് നോട്ടുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ക്യാഷ് സെയിൽസും കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സും കൂടെ ചേർത്ത് വേണം നമ്മൾ ഒറ്റ എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. ആ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? എന്താണ്? ബൈ ബ്രാഞ്ച് കണ്ടോ. ക്യാഷ് ഡെപ്പോസിറ്റ് ബൈ ബ്രാഞ്ചിൽ 7,50,000 രൂപ. ആ എമൗണ്ട് നമ്മൾ ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. അത് ഞാൻ വർക്കിംഗ് നോട്ട് നമ്പർ 2 കാണിച്ചിട്ടുണ്ട്. നോക്കി കണ്ടോ. ക്യാഷ് ഡെപ്പോസിറ്റ് ബൈ ബ്രാഞ്ച് വിത്ത് ബാങ്ക് കണ്ടോ. ക്യാഷ് സെയിൽസ് എത്രയായിരുന്നു? 4,01,300 ആണ് അല്ലെ. അതിനകത്ത് എന്ത് ചെയ്യണം? ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് കൂട്ടി കാണിക്കണം. എത്ര രൂപ? 3,61,650. അത് കൂട്ടപ്പോൾ എത്രയും? 7,62,950. ഈ ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സിന് അല്ലെങ്കിൽ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സിന് ആ എമൗണ്ട് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോകണം? ഞാൻ പറഞ്ഞു, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പൊ നമുക്ക് ആ അക്കൗണ്ട് ആദ്യം വരയ്ക്കാം. അപ്പൊ നോക്കി, അപ്പൊ നിങ്ങൾ ഇത് വരച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? രണ്ടാമത്തെ വർക്കിംഗ് നോട്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നോക്കി, ഞങ്ങളുടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡിവിഷൻ ചെയ്യുന്നത് ടു ബാലൻസ് ഷീറ്റ് എത്ര രൂപ? 31,700. പിന്നെ ബാലൻസ് ഷീറ്റ് എത്ര ഉണ്ട്? 42,150. അപ്പൊ ഏതാ ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ച് അക്കൗണ്ട് നോക്കി കണ്ടോ. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എത്രയാണ്? 31,700. ഇവിടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഉണ്ടോ? ബാലൻസ് ഷീറ്റ് അടുത്താണ് 42,150. അപ്പൊ ഇതെന്താണ്? ഇത് ഓപ്പണിങ്ങും ഇതെന്താണ്? ക്ലോസിംഗ് ആണ് അല്ലെ. അപ്പൊ അത് രണ്ടും ചെയ്യണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതാണ് ഇവിടെ ഇരിക്കുന്നത്. ടു ബാലൻസ് വഴി 31,700 ബൈ ബാലൻസ് വഴി 42,150. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് ക്രെഡിറ്റ് സെയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് ഡെറ്റേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ അത് അങ്ങോട്ടേക്ക് മാറ്റി കണ്ടോ. അപ്പൊ നമ്മുടെ ഡെബിറ്റ് സൈഡ് ടു ക്രെഡിറ്റ് സൈഡ് എത്രയാണ്? 3,72,100. നിങ്ങൾ ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഫോർമാറ്റ് പഠിച്ചു നോക്കണ്ടല്ലോ. അപ്പൊ ആ ഫോർമാറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് വരണോ അതെല്ലാം ഇതിനകത്ത് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പം 3 ഐറ്റംസ് ഉള്ളൂ. അപ്പൊ ഡിഫറൻറ്റ് സൈസ് വരുന്നത് ഈ സൈഡായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ എന്താ പറയാം? ക്യാഷ്, ബാങ്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഡെറ്റേഴ്സിന് കിട്ടിയ എമൗണ്ട് ആണ്. എത്രയാണ്? 3,61,650 കണ്ടോ. അപ്പൊ അവിടെ കുറച്ച് മാർക്ക് ഇട്ടേക്കണേ. ഈ എമൗണ്ട് ആണ് എവിടെ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ വർക്കിംഗ് നോട്ടിനകത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്യാഷ് സെയിൽസിനോടൊപ്പം ക്യാഷ് റിസർവ് ഡെറ്റേഴ്സിന്റെ കൂട്ടം എത്രയും? 7,62,950 വരും. ഓക്കെ, ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഇതിൽ 2,500 ഫർണിച്ചർ വാങ്ങിച്ചത്. അപ്പൊ അതെന്ത് ചെയ്യണം?
കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര വരും? 7,60,450 വരും അല്ലേ. ഇനി എന്ത് ചെയ്യണം? അതിനകത്ത് പെറ്റി ക്യാഷ് എക്സ്പെൻസ് കുറയ്ക്കണം. പെറ്റി എക്സ്പെൻസ് അവിടെ പറഞ്ഞിട്ടല്ലോ എത്രയാണ്? 10,450 പറഞ്ഞില്ല, കുറച്ച് നേരം പറഞ്ഞല്ലോ. എത്ര പെറ്റി എക്സ്പെൻസ് നടക്കുന്നത്? പെറ്റി എക്സ്പെൻസ് എഴുതുവാൻ എത്രയാണ്? 10,450. അതെന്ത് ചെയ്യണം? ഇതിനകത്ത് കുറയ്ക്കണം. കേട്ടോ, കുറയ്ക്കുമ്പോൾ എത്രയും 7,50,000. ഈ എമൗണ്ട് ആണ് എവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്? ബ്രാഞ്ച് അക്കൗണ്ടിൽ എവിടെ കാണിച്ചിരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ കണ്ടല്ലോ, ബൈ ബാങ്ക് നെയിം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ബൈ ബ്രാഞ്ചിന് കാണിക്കണം. എത്രയാണ്? 7,50,000 രൂപ. മനസ്സിലായോ? ഇത്രയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാഷ് എന്ന് എഴുതായിരുന്നു, പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഈ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സും ക്യാഷിലൂടെ ചേർത്ത് നമ്മൾ ഫർണിച്ചർ മാറ്റി. അപ്പൊ അത് സെപ്പറേറ്റ് എമൗണ്ട് ആയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അവനെ അപ്പോയിന്റ്. ഓക്കെ. പക്ഷെ അങ്ങനെ ഫർണിച്ചർ വാങ്ങിച്ചില്ലാതെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ ക്യാഷിലും കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് എഴുതായിരുന്നു അല്ലേ. അത്ര ഉള്ളൂ. ഇതപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ എത്ര ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും അല്ലേ. അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും? ഈ സൈഡ് കൂടുമ്പോൾ എത്രയും? 10,53,585 വരും. ഈ സൈഡ് കൂടുമ്പോൾ എമൗണ്ട് വരും. അപ്പൊ അതിൽ പിക്കസ് നമ്പർ ഏതാ നോക്കിയിട്ട് ചിലപ്പോൾ ഇതായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യണം? രണ്ട് സൈഡ് ഒരുപോലെ കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടിന്റെ ഡിഫറൻറ്റ് ചെയ്യണം. അപ്പൊ ഏത് സൈഡ് കുറവ്? ഈ സൈഡിലേക്ക് കുറവ്. അപ്പൊ നിങ്ങൾ അവിടെ എന്താ പറയണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നേരിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് നൽകണം. അപ്പൊ അവിടെ എമൗണ്ട് കിട്ടും. ഓക്കെ. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു പാടില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.